സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. 6-അംഗ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ്. വാരിയെല്ലിന് പൊട്ടലുണ്ട്. 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. അതിനിടെ സംഘാടകരായ മൃദംഗ വിഷ്ണും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പോലീസ് കേസെടുത്തു. സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും സ്റ്റേജിന് മുന്നിൽ നടന്നു പോകാൻ മതിയായ വഴിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത്. ആശുപത്രിയിൽ നിന്ന് അരുൺ ശങ്കറും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് റിയയും ഒപ്പം ചേരുന്നു. ആദ്യം അരുൺ ശങ്കറിലേക്ക്. അരുൺ, ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നത് ആശാവഹമാണ്. ഇതിനിടയിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതിന് മുൻപായി ഏതെങ്കിലും ആരോഗ്യ വിദഗ്ധർ സംസാരിക്കുകയുണ്ടായോ? വിശദാംശങ്ങൾ എന്തെങ്കിലും ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നുണ്ടോ? സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിനെ കൊച്ചിയിലെ റെനി മെഡിസിറ്റിയിലേക്ക് അബോധാവസ്ഥയിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അവർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉമാ തോമസ് കഴിയുന്നത്. പക്ഷേ ആശാവഹമായ കാര്യമെന്ന് പറയുന്നത് രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിഷയം എന്ന് പറയുന്നത് തലയ്ക്കും ശ്വാസകോശത്തിനുമേറ്റ പരിക്കാണ്. നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയകളൊന്നും നടത്തുന്നില്ല. അതിന് പകരം 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക. റെനി മെഡിസിറ്റിലെ ഡോക്ടർമാരെ കൂടാതെ കോട്ടയം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘവും ഇന്നലെ രാത്രി ഇവിടെ എത്തിയിരുന്നു. അവരും ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. അങ്ങനെ മെഡിക്കൽ ബോർഡിനോടൊപ്പം തന്നെ സർക്കാർ ഡോക്ടർമാരുടെ ഒരു സംഘവും കൂടി ആലോചിച്ചിട്ടാണ് ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിലവിൽ വെന്റിലേറ്ററിൽ ഒബ്സർവേഷനിൽ തുടരുകയാണ്. ഈ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായതും അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വരുന്നതും വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് തലക്കേറ്റ പരിക്കും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനേറ്റ പരിക്കുമാണ്. തലക്കേറ്റ പരിക്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. അത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ആരോഗ്യസ്ഥിതി വിലയിരുത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ പരിക്ക് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ശ്വാസകോശത്തിൽ ഈ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ നിയന്ത്രണ വിധേയമാക്കി അതിനുശേഷം അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയാണ്. 24 മണിക്കൂറിന് ശേഷം അക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇന്നലെ മന്ത്രി കെ രാജൻ ഉമാ തോമസിനെ സന്ദർശിച്ച ശേഷം പറയുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്നൊരു അപ്ഡേഷൻ. എന്തായാലും അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം കാണുന്നത്. ഇന്ന് 10:30 കൂടിയായിരിക്കും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുന്നത്. 11 മണിക്ക് ഡോക്ടർമാരും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ വിവരം നമുക്ക് ലഭിക്കും. ശരി അരുണിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും റിയ കൂടി ചേരുന്നുണ്ട്. റിയ, വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഘാടകർക്ക് പറ്റിയിരിക്കുന്നത്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അവിടെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്രയധികം സുരക്ഷാ വീഴ്ചയോടെ ഇത്രയധികം VIP-കൾ പങ്കെടുത്ത ഒരു പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നിരിക്കും. അങ്ങനെയെങ്കിൽ എന്ത് കാരണത്താലാണ് ഇവർക്ക് ഇതിന് അനുമതി കൊടുത്തത്? ഇതൊന്നും നേരത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഇതിൽ സംഘാടകരുടെ വീഴ്ച പരിശോധിച്ച ശേഷമാണ് ഇന്നലെ കമ്മീഷണർ പുട്ടവിമലാദിത്യ അടക്കം ഇവിടെ എത്തി നേരിട്ട് പരിശോധിച്ച ശേഷമാണ് സംഘാടകരായ മൃദംഗ വിഷനും അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കാറിനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കേരള പോലീസ് ആക്ടിലെ 118 ഈ വകുപ്പ് പ്രകാരവും ഒപ്പം തന്നെ ഭാരതീയ നിയമ സംഹിതയിലെ 125, 125B വകുപ്പ് പ്രകാരവും കേസെടുത്തിരിക്കുന്നു. മോത്തി ചോദിച്ച ചോദ്യത്തിനേക്കുള്ള ഉത്തരം എന്ന രീതിയിൽ ഇന്നലെ ഉദ്യോഗസ്ഥർ പറയുന്നത്, സാധാരണഗതിയിൽ ഒരു സ്വകാര്യ പരിപാടി നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ സ്വകാര്യ പരിപാടി നടത്തുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തേണ്ടത്. ആ രീതിയിൽ തന്നെയായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സംഘാടകർക്കെതിരെ കേസെടുത്തത്. മന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയാണ്. അതുകൊണ്ട് പോലീസിന് പ്രാഥമികമായി അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. പക്ഷേ പ്രധാനമായും ആ സംഘാടകർക്ക് തന്നെയാണ് ഇത്തരം സ്വകാര്യ പരിപാടികളിൽ അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അതാണ് സാധാരണ രീതിയിൽ നടക്കാറുള്ളത്. മുമ്പൊക്കെ ഒരു 2 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഒരു സ്റ്റേജ് കെട്ടുമ്പോൾ അതിൽ 1 മീറ്ററോളം ഉയരമുള്ള ഒരു ബാരിക്കേഡ് വെക്കണമെന്ന നിയമമുണ്ടായിരുന്നു. PWD ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ ചില ഇളവുകൾ വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 14 അടി ഉയരത്തിലുള്ള ഒരു സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ അതിന് മുകളിൽ ഇത് ഇങ്ങനെയാണ് ഉമാ തോമസ് MLA കയറി വരുന്നത്. ഇതിലൂടെ കയറി വന്ന് നമ്മൾ ഇന്നലെ അടക്കം കണ്ടതാണ്. ഇതിലൂടെ കയറി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന കസേരയിൽ അവർ ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മുൻഭാഗത്ത് ഈ മഞ്ഞ നിറത്തിലുള്ള
ഇട്ടിരിക്കുന്ന ആ ഭാഗത്തോട് ചേർന്ന് കസേര ഇടുകയും ചെയ്തു. അവിടെ ഒരു ക്യൂ മാനേജറാണോ ബാരിക്കേഡായി വെക്കേണ്ടത് എന്നതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. MLA കയറി വരുന്നു. സാധാരണ രീതിയിൽ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് പോലെ അവർ മുൻവശത്തൂടെ നടന്ന് കസേരയിലേക്ക് ഇരിക്കുന്നു. ഒന്ന് എണീറ്റ് അപ്പുറത്തുണ്ടായിരുന്ന മന്ത്രിയെ അടക്കം നോക്കി അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ബാലൻസ് തെറ്റുകയും അതിൽ സുരക്ഷയ്ക്കായി കയറി പിടിച്ചത് ഈ ക്യൂ മാനേജറിന്റെ റിബണിൽ കയറി പിടിക്കുകയും ആ ക്യൂ മാനേജർ അടക്കം അതിന്റെ സ്റ്റീൽ അടക്കം MLA തലകീഴായി താഴേക്ക് മറിയുകയും ആ കാണുന്ന സ്ലാബിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. അതായത് ഒരു സുരക്ഷാ ക്രമീകരണവും ഉറപ്പാക്കിയിട്ടില്ല എന്നത് പ്രാഥമികമായി തന്നെ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. ഇന്നലെ നമുക്ക് രാത്രി തീർച്ചയായിട്ടും പ്രാഥമികമായി സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അപ്പോഴും ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ് എന്നത് പോലീസിന് ധാരണയുണ്ടായിരുന്നു. സംഘടിപ്പിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ, അവരത് കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുള്ളതാണ്. പോലീസിന് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അതിൽ കൈ കഴുകാനാവുക? ഇത്രയും ചേർന്ന് ഒരു വരി കസേരയിട്ടു. ഇന്നലെ മുതൽ റിയ വാർത്തകളിൽ കാണുന്നതും പങ്കുവയ്ക്കുന്നതുമായ ഒരു വിവരമാണത്. ഇത്രയും ചേർന്ന് ഏറ്റവും മുന്നിലായി ഈ ഒരു നിര കസേരകൾ ഇട്ടിരിക്കുന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ഒരല്പം നില തെറ്റിയാൽ, ബാലൻസ് തെറ്റിയാൽ താഴേക്ക് വീഴുമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന സാഹചര്യത്തിൽ ഇത് ഏറ്റവും ആദ്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് ഇത് കണ്ടു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടിയല്ലേ എന്നതാണ് സംശയം. അതേ മോത്തി, കാരണം ഇവിടെ കയറി നമ്മൾ ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് ഈ സ്റ്റേജിലേക്ക് കയറിയത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സുരക്ഷാ വീഴ്ച പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്നലെ ഈ വേദിയിൽ കമ്മീഷണറും ശ്രീ S. ശ്രീജിത്തും അടക്കമുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതാണ്. എന്തുകൊണ്ട് അവർ അത് ഗൗരവത്തോടെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അത് കൃത്യമായി എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഈ പരിപാടി നടന്നപ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നത് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതായത് മോത്തി നോക്ക്, ഇതാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ സാധാരണഗതിയിലുള്ള ബാരിക്കേഡ്. ഇത് ഇവിടെ കസേരയുണ്ട്. ആ കസേരയുടെ ഈ കാണുന്ന കസേരയുടെ മുകളിൽ ഒരു തട്ട് കെട്ടിക്കൊണ്ടാണ് ഈ താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആളുകൾക്ക് സുരക്ഷിതമായി ഇരിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സ്റ്റേഡിയത്തിലെ ബാരിക്കേഡിന് മുകളിൽ ഒരു തട്ട് നിർമ്മിച്ചാണ് താൽക്കാലികമായി ഒരു സ്റ്റേജ് അവർ പണിതുയർത്തിയത്. അതിന് മുകളിൽ മറ്റൊരു സ്റ്റേജ് കൂടി പണിതുയർത്തിയിരിക്കുന്നു. ഇന്നലെ പോലീസ് എത്തി ഇതിന്റെ പരിശോധനകൾ നടത്തിയതാണ്. അതായത് ഈ വീതി 2.5 മീറ്റർ വീതിയാണ് ഈ കസേര, 2 നിര കസേര ഇടാനുണ്ടായിരുന്ന വേദിക്കുണ്ടായിരുന്നത്. അതിൽ ഈ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന വീതിയിൽ തന്നെ ആദ്യ നിരയിലുള്ള കസേരകൾ സ്ഥാപിക്കുന്നു. ഒരാൾ എണീറ്റ് മുന്നോട്ട് നടക്കുമ്പോൾ എളുപ്പത്തിൽ താഴെ വീഴാൻ അപകടമുണ്ടാകുമെന്ന കസേര ഇട്ടവർക്കും സംഘാടകർക്കും കൃത്യമായി മനസ്സിലാവുന്നതാണ്. പക്ഷേ അത് ഗുരുതരമായി വീഴ്ച വരുത്തി അവസാന നിമിഷം നടത്തിയ ക്രമീകരണം എന്നതാണ്. ഇന്നലെ സംഘാടകർ തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നമ്മളോട് അവസാന നിമിഷമാണ് ഇതിന്റെ പരിപാടികൾ ഓടി ഒരു വെപ്രാളത്തിൽ ചെയ്തു തീർത്തു തുടങ്ങിയ ന്യായമൊന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടതേ അല്ല. ഞാൻ റിയയിലേക്ക് ഇപ്പോൾ തിരികെ വരാം.